ഹായ് ഫ്രണ്ട്സ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അജാസ് വന്നിട്ട് കിഷോറിനെ അടിക്കുകയാണ് കേട്ടോ. പെങ്ങളും അമ്മയും അവർണികയും ഒക്കെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കിഷോറിന് ഇങ്ങനെ അടി കിട്ടുന്നത് കണ്ടിട്ട് വണ്ടിയിൽ നിന്ന് ഭദ്രൻ ഇറങ്ങി വരികയാണ്. ഡാ അജാസേ, കിഷോറിനെ വിട്, നീ ഇങ്ങനെ തിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ സാറേ എൻ്റെ മോളെ ഉപേക്ഷിച്ചാൽ ഞാൻ ഇവന് കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് പറയാം കേട്ടോ. ഓ അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് അജാസ് ഭദ്രനെയും അടിക്കുകയാണേ. അതിൻ്റെ ഇടയ്ക്ക് അവർണിക കിച്ചു അജാസിനെ ബാക്കിൽ നിന്ന് പൂട്ടെന്ന് പറയും. കിച്ചു അതുപോലെ ചെയ്യണേ. നീ എന്നെ പിന്നിൽ നിന്ന് പൂട്ടാറായോടാന്ന് വെച്ചിട്ട് അജാസ് എടുത്തിട്ട് നന്നായിട്ട് പെരുമാറി കൊടുക്കുന്നുണ്ട് കേട്ടോ കിഷോറിനെയും ഭദ്രനെയും. എന്നിട്ട് അജാസ് പോകുന്ന നേരത്ത് രണ്ടുപേരും നന്നായിട്ട് കർപ്പൂരാതി തൈലം ഇട്ടിട്ട് തിരുമുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ നീർവീക്കം വരുമെന്ന് പറയാൻ കേട്ടോ. അതും പറഞ്ഞ് അജാസ് പോകുമ്പോൾ അവർണിക പറയുന്നുണ്ട്, കിഷോറിൻ്റെ അതേ തെറ്റാണ് ഗീതാഞ്ജലിയും ചെയ്തത്. അപ്പോൾ നിങ്ങൾ അറയ്ക്കൽ പോയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചെയ്യില്ല, അതിനും കൂടി പകരമായിട്ട് പറഞ്ഞിട്ട് കിഷോറിനെയും ഭദ്രനെയും 2 ചവിട്ടും കൂടെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അജാസ് പോണ സമയത്ത് ഇത് കാണുമ്പോൾ അവർണിക താങ്ക്സ് എന്ന് പറയാണ് കേട്ടോ. അജാസിനൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല, മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഗോവിന്ദ് സാറിൻ്റെ റൗണ്ട് വരുമ്പോഴേക്കും രണ്ടുപേരും ശരീരമൊക്കെ പുഷ്ടിപ്പെടുത്തി വെച്ചോ എന്ന് പറഞ്ഞ അവർണിക ഉള്ളിലേക്ക് പോവാണ്. കിഷോറിനെ അമ്മയും പെങ്ങളും കൂടി പൊക്കിയെടുത്തിട്ട് പറയുന്നുണ്ട്, നിനക്ക് എത്ര തല്ല് കിട്ടിയാലും നീ എന്താടാ നന്നാവാത്തേ എന്ന് ചോദിക്കുകയാണ്. കിഷോർ പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയത് കഴിവിനുള്ള അംഗീകാരമാണ്, തൂവൽ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അട്ടഹസിക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ പെങ്ങൾ ചോദിക്കുന്നുണ്ട്, ഏട്ടനെന്താ സൈക്കോ ആണോ? ആ സമയം ഭദ്രൻ പറയുന്നുണ്ട്, ആരെങ്കിലും ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ എന്നെ കൂടെ ഒന്ന് എടുക്കുമോ എന്ന് ചോദിക്കാണ്. എണീറ്റ് പോവാൻ വയ്യെങ്കിൽ ഇഴഞ്ഞ് വീട്ടിൽ പോയിക്കോ എന്ന് പറയാം കേട്ടോ പെങ്ങള്. അപ്പോൾ ഭദ്രൻ്റെ ഒരു ഡയലോഗുണ്ട്, ഒരു കുടുംബം മൊത്തം ദുഷ്ടന്മാരയ്യോ എന്നറിയണേ. തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ ഗീതവും വിജയലക്ഷ്മിയും തമ്മിലുള്ള സംഭാഷണമാണ്. വിജയലക്ഷ്മി പറയുന്നുണ്ട്, രഞ്ജുവിന് 25 വയസ്സിലാണ് ഈ രോഗം കണ്ടുപിടിക്കപ്പെട്ടത്. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ജന്മനാ കിട്ടിയതാണെന്ന്. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, അമ്മയുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ രോഗം ഉണ്ടായിരുന്നോ? ഇല്ല, എൻ്റെ അറിവിലില്ല. അപ്പോൾ രഞ്ജുവിൻ്റെ അച്ഛനിൽ നിന്നാണോ ഈ രോഗം പിടിപെട്ടതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എവിടെയാണ്? അമ്മയുടെ ഒരു ആർട്ടിക്കിളിൽ ഞാൻ ഈ ഫാമിലിനെ കുറിച്ചിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് പറയണേ. അപ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, അദ്ദേഹം മരിച്ചുപോയി. ഈ രോഗം വന്നിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് പറയണേ. ഗീത് പറയുന്നുണ്ട്, അന്നൊന്നും ഇങ്ങനത്തെ രോഗങ്ങൾ തിരിച്ചറിയപ്പെട്ടിട്ടില്ല, ഇപ്പോഴല്ലേ പലതരം ടെസ്റ്റുകളും മറ്റും കണ്ടുപിടിക്കാനുള്ളത് വന്നത്. രഞ്ജുവിന് ഈ രോഗം പൂർണ്ണമായിട്ട് ഭേദമാവും, മെഡിക്കൽ സയൻസ് അതിന് മരുന്ന് കണ്ടുപിടിക്കാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു വിജയലക്ഷ്മിയെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ ഗീതു. രഞ്ജുവിന് അബ്ലാസ്റ്റിക് അനീമിയ ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഒരു കുടുംബജീവിതം സാധ്യമാവില്ല എന്ന് നേരത്തെ ഞാൻ തിരിച്ചറിഞ്ഞതാണ്. അക്കാരണത്താലാണ് അവൾ എന്നെ വെറുക്കുന്നത് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഗീത് പറയുന്നുണ്ട്, വിഷമിക്കേണ്ട, ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ ഇങ്ങോട്ടാണ് വരുന്നത്. ഇവിടെ വന്ന് അമ്മ എന്ന് വിളിക്കും രഞ്ജു എന്ന് പറയുമ്പോൾ നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നതെന്ന് ചോദിക്കാം കേട്ടോ വിജയലക്ഷ്മി. എല്ലാവർക്കും രഹസ്യങ്ങളില്ലേ, അതുപോലെ തന്നെ ഈ രഹസ്യം എൻ്റെ മനസ്സിലിരുന്നോട്ടെ എന്ന് പറയണം കേട്ടോ. വിജയലക്ഷ്മി പറയുന്നുണ്ട്, നീ പറഞ്ഞതുപോലെ സംഭവിച്ചാൽ ഇന്ന് എൻ്റെ രഹസ്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറയും എന്ന് പറയാണ് കേട്ടോ. ആ സമയം അജാസ് വണ്ടിയുമായിട്ട് വരികയാണ് ഗീതുവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ. ഗീതു ചെന്നിട്ട് മിഷൻ സക്സസ് ആയി, കിഷോറിന് നന്നായിട്ട് കൊടുക്കേണ്ട പോലെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർണികയെ അവൻ കയ്യിലെടുത്തേക്കാന്ന് തോന്നുന്നു. ആ കുട്ടി എന്നെ വെല്ലുവിളിച്ചു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അത് 2 കൂടി കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാവും, അവളിപ്പോൾ നമ്മുടെ സൈഡാന്ന് പറയുമ്പോൾ ആണോ, ആ കുട്ടി പെങ്ങളെ പോലെ തന്നെ സൂപ്പറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാം കേട്ടോ അജാസ്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അവർണിക അത്രയും വേദനിച്ചു നിൽക്കുക, അവളുടെ വേദന അവൾക്ക് മാത്രമല്ലേ അറിയൂ എന്നൊക്കെ പറയുമ്പോൾ അജാസ് പറയുന്നുണ്ട്, കിഷോർ മാത്രമല്ല ഗീതുവിൻ്റെ അച്ഛനും 2 കൊടുത്തിട്ടുണ്ട്, തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയാൻ കേട്ടോ. ഗീതു പറയുന്നുണ്ട്, അത് അച്ഛന് ആവശ്യമുള്ളത് തന്നെയാണ്, അതൊന്നും സാരമില്ല ഇക്ക. അപ്പോൾ അജാസ് പറയുന്നുണ്ട്, സ്വന്തം മകളെ ഇങ്ങനെ എങ്ങനെ അയാൾക്ക് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊന്നും ഇല്ലാത്ത സ്നേഹം ഇക്കയാണ് എനിക്ക് തന്നത്, എനിക്കിപ്പോൾ ഒരു നാഥനുണ്ട് ഇക്ക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അജാസിനോട്. ഗോവിന്ദ് സാർ കട്ടയ്ക്ക് കൂടെ ഉള്ളപ്പോൾ പിന്നെ എൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഗീതു പറയാണ്, കണ്ണേട്ടൻ എത്ര കാലം എൻ്റെ കൂടെ ഉണ്ടാവും എന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് കാറിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അജാസ് ചോദിക്കുന്നുണ്ട്, അതെന്താ ഗീതു അങ്ങനെ പറഞ്ഞത്? ഗോവിന്ദ് സാർ എപ്പോഴും ഗീതുവിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, ഗീതു ഇപ്പോഴും എവിടെയാണ് എന്ന കാര്യം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാൻ കേട്ടോ അജാസ്. അതിന് കാരണം ഞാൻ എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാവും കണ്ണാട്ടൻ ഇക്കയെ വിളിക്കുന്നത്. കിഷോറിനെയും എന്നെ കുറിച്ചിട്ട് രാധികാമ്മ കണ്ണാട്ടനോട് പറയുന്നത് കണ്ണാട്ടനും കൂടി മനസ്സിലാക്കട്ടെ എന്ന് പറയാണ് കേട്ടോ.
തുടർന്ന് ഗോവിന്ദ് അജാസിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം രാധികാമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. ഗീതു നമ്മളെക്കാൾ മുന്നേ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതല്ലേ, അവളെന്താ ഇവിടെ എത്താത്തതെന്ന് ചോദിക്കും. അത് തന്നെയാണ് ഞാനിപ്പോൾ വിളിച്ചു നോക്കുന്നത് അജാസിനെ. അതിനൊക്കെ എന്തിനാ ഇടനിലക്കാരൻ, നിനക്ക് നേരിട്ട് വിളിച്ചൂടെ ഗീതുവിനെ? അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ. അവൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അവളിപ്പോൾ കിഷോറിന്റെ കൂടെ കറങ്ങാൻ പോയിട്ടുണ്ടാകും. ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ വേണ്ടമ്മേ എന്ന് പറഞ്ഞിട്ട് സങ്കടഭാവത്തെ ഇങ്ങനെ പോവാണേ. ആ സമയം തന്നെ അജാസ് ഗീതുവുമായിട്ട് കാറിൽ വരികയാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.